ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. നിങ്ങൾ വിചാരിക്കണ്ടാവും എനിക്ക് ഈ പറയുന്ന പോലെ പോസിറ്റീവായിട്ടുള്ള ഈ പറഞ്ഞ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടും സംശയങ്ങളായിട്ടുള്ള കമൻസും അല്ലെങ്കിൽ മെസ്സേജസും മാത്രം വരുന്നുള്ളൂ എന്ന്. അല്ല, നെഗറ്റീവ് കമൻസും നെഗറ്റീവ് മെസ്സേജസും വരുന്നുണ്ട്. പക്ഷേ ഞാനിതൊന്നും അങ്ങനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. ഓക്കെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ കമൻ്റ് എന്ന് പറയുന്നത് 21ാമത്തെ നൂറ്റാണ്ടായി ഇപ്പോഴും ഇതൊക്കെ വിശ്വസിച്ച് നടക്കുകയാണോ മണ്ട അല്ലെങ്കിൽ പൊട്ട എന്നൊക്കെ ചോദിച്ചിട്ട് പല മെസ്സേജസും കമൻസും എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പോയിട്ട് പേഴ്സണലി പോയിട്ട് കാര്യം പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എനർജി പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ഈ പറയുന്ന ടോക്കുകളിൽ നമ്മൾ പോകരുത് എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ നെഗറ്റീവായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാക്ക് സമ്മർദ്ദത്തിൽ ഏർപ്പെടും, അല്ലെങ്കിൽ നമ്മളെന്താ ഈ പറയുന്ന പോലെ നമ്മുടെ എനർജി നമ്മൾ ലോസ് ആക്കുന്ന പരിപാടിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഞാൻ പണ്ട് കേട്ടൊരു കഥയാണ്, കുറച്ചും കൂടി റിലേറ്റ് ചെയ്യുന്നൊരു കഥയാണ്. അതായത് ഒരു കഴുതയും പോത്തും കൂടെ ഒരു പുഴയുടെ അരികിൽ പോയി നിൽക്കുന്നതാണ്. പെട്ടെന്ന് ഒരു തടിക്കഷ്ണം പോലത്തെ ഒരു സാധനം പൊങ്ങി വന്നു പുഴയിൽ നിന്നും. കഴുത പറഞ്ഞു അത് ഒരു മരക്കഷ്ണമാണെന്ന്, പക്ഷേ പോത്ത് പറഞ്ഞു അതൊരു മുതലാണെന്ന് പറഞ്ഞു. പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായി. കഴുത പറയുന്നു അത് മരക്കഷ്ണം തന്നെയാണ്, മുതലൊന്നുമില്ല, മുതൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. പോത്ത് പറയും അങ്ങനെയല്ല, അത് മുതൽ തന്നെയാണ്, മരക്കഷ്ണമല്ലെന്ന് പറയും. അപ്പോൾ ഏറ്റവും അവസാനം ഈ കഴുതയുടെ അറിയാലോ സ്വഭാവം, അത് കേട്ടിട്ട് നിവർത്തിയില്ലാണ്ട് പോത്ത് നേരെ വെള്ളത്തിലോട്ടിറങ്ങും. വെള്ളത്തിലോട്ടിറങ്ങി കഴിയുമ്പോൾ അത് മുതലായിരിക്കുള്ളൂ, മുതൽ പിടിച്ച് കഴുതിനെ കൊല്ലും. ഓക്കെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ വേറൊരു ജീവി വരും. അപ്പോഴും കഴുത പറയും അത് മുതലില്ല, അത് മരക്കഷ്ണമാണ്. അപ്പോൾ അപ്പുറത്തേക്കുന്ന ആൾ പറയും അത് മുതലാണെന്ന് പറയും. ഇതേപോലെയാണ് നമ്മൾ ഇവരോട് സംസാരിക്കാൻ പോയുള്ള പ്രശ്നം. നമ്മുടെ എനർജി നഷ്ടപ്പെടും എന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ നമ്മളൊന്നും കണ്ടില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോവുക, അതായിരിക്കുള്ളൂ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ 21ാമത്തെ നൂറ്റാണ്ടായിട്ടും ഇപ്പോഴും ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്നില്ലേ പൊട്ട എന്നുള്ളവരോട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ പറയുന്ന സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ദൈവികതത്തെ നമ്മൾ എപ്പോഴാണ് പോകുന്നത്? എല്ലാ പ്രതീക്ഷകളും വിടുമ്പോൾ, മനുഷ്യരിലുള്ള എല്ലാ പ്രതീക്ഷകളും വിടുമ്പോൾ മാത്രമല്ലേ നമ്മൾ ഈ ദൈവങ്ങളെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് വേറെ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പിടിക്കില്ല ഒരിക്കലും. പക്ഷെ ഇതൊക്കെ വിട്ട് കഴിയുമ്പോൾ ദ ലാസ്റ്റ് ഹോപ്പായിട്ടല്ലേ നിങ്ങൾ ദൈവത്തിലോട്ട് പോകുന്നത്. സംഭവം നിങ്ങളുടെ ലൈഫിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഈ പറയുന്ന പല കാര്യങ്ങളും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. കാരണം ഒരിക്കലും സ്പിരിച്വാലിറ്റി നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറേ കാര്യങ്ങളും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് കുറേ പേര് ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കാത്തവർ. കാരണം ഞാൻ പേഴ്സണലി കുറച്ച് പേരോടൊക്കെ ചോദിച്ചപ്പോഴും അവർ പറയുന്ന കാര്യം ഇതൊക്കെ പ്രൂവൺ ആണോ? അല്ല, ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. ഇതൊക്കെ എന്താ എക്സ്പീരിയൻസസ് ആണ്, നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസസ് ആണ്. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകും ഇതിനകത്ത് കൂടെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ, നമ്മൾ ചിലപ്പോൾ നല്ല വിഷമിച്ചിരിക്കുന്നുള്ളൂ, നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു സംഗീതം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു റിലാക്സേഷൻ കിട്ടാറില്ലേ? ഇതേപോലെ തന്നെയാണ് മന്ത്രാസും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ പാട്ട് അല്ലെങ്കിൽ ആ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ ബോഡി റെസൊനേറ്റ് ചെയ്യുന്നു. ഈ റെസൊനേഷനിൽ നമ്മുടെ നെർവ് സിസ്റ്റം ലൂസ് ഡൗൺ ആവുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഹാപ്പി ഹോർമോൺസും ഈ പറയുന്ന പോലെ കുറേ ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂളാവുന്നത്. ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ മന്ത്രജപാസം ഈ പറയുന്ന പോലെ അമ്പലങ്ങളിൽ പോകുമ്പോൾ മണിയടിക്കുമ്പോഴൊക്കെയുള്ള ഇത്. ഈ മണിയടിക്കുക നിങ്ങൾ വിചാരിക്കുന്നു ചുമ്മാ ഒരു ശബ്ദം ഉണ്ടാക്കൽ മാത്രമാണോ? അല്ല, ഇതിൻ്റെ പുറകിലും കുറേ കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന മണിയടിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജീസ് വരെ ഈ മണിയുടെ ശബ്ദം കൊണ്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കറിയോ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൈമലർത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ ചിന്തിച്ച് പോകാത്തത്. കാരണം അത് ചിന്തിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നമ്മുടെ ഊർജ്ജം അതിലോട്ട് പോകും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുന്നതാണ്. അതായത്
ഞാൻ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ഒരാളുടെ നെഗറ്റീവിലോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വർക്ക് എൻവയോൺമെൻറ്റിൽ നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി ഇതൊരു ടിപ്പായിട്ട് കൺസിഡർ ചെയ്താൽ മതി, ഒരു ഹാക്കാണിത്. നിങ്ങളിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്നതാണ്, നിങ്ങൾ മീറ്റ് ചെയ്യുന്ന എല്ലാവരും നെഗറ്റീവ് പേഴ്സൺസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടണം. അതായത് എപ്പോഴും നിങ്ങൾ കണ്ടുമുട്ടേണ്ടവരാണ്. നമുക്ക് ഇവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെ മാറി നിൽക്കാം അല്ലേ? ഞാൻ പറഞ്ഞുതരാം, ഒരു സൊല്യൂഷൻ ഉണ്ട്. അതായത് നിങ്ങൾ കല്ലുപ്പിൻ്റെ പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അത് വെച്ച് നമ്മൾ കുളിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ, ഈ പറയുന്ന നെഗറ്റീവ് എനർജി എന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റം കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ 9 days എനർജി ക്ലെൻസിങ് ചലഞ്ച് കുറേ പേര് ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കുറേ പേർക്കൊന്നും ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഈ എനർജി ക്ലെൻസിങ് ചലഞ്ച് പലർക്കും ചെയ്യാനും പറ്റില്ല. ഇടയ്ക്ക് വെച്ച് ബ്രേക്കേജ് വരും ഉറപ്പായിട്ടും. അങ്ങനെ കുറേ പേർക്ക് പിന്തിരിഞ്ഞ് പോയിട്ടുള്ളവരുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവ് സൈഡ്സും ഉണ്ട് ഇതിനകത്ത്. കാരണം നമ്മൾ എല്ലാം ഓപ്പൺ ആവണം. കാരണം പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് നിങ്ങളോട് പറയാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യവും നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. കാരണം എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഈ ചാനൽ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഹാക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ബാഗിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിനകത്തോ കുറച്ച് കല്ലുപ്പ് ഒന്ന് പൊതിഞ്ഞിട്ട് കൊണ്ടുപോവുക. പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരത്ത് നിങ്ങൾ വീട്ടിലോട്ട് വരുന്നതിന് മുന്നേ പുറത്ത് ഇത് ഉപേക്ഷിക്കുക, ഈ കല്ലുപ്പ് കളയുക. പരമാവധി ഒരു പേപ്പറിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ടോ. പ്ലാസ്റ്റിക് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, നമ്മുടെ പ്രപഞ്ചത്തെ നമ്മൾ നശിപ്പിക്കാണ്ടിരിക്കാൻ നോക്കുക മാക്സിമം. അപ്പോൾ അങ്ങനെ നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് ഇപ്പോൾ ഈ പറയുന്നത് കല്ലുപ്പിനൊരു പ്രശ്നമുണ്ട്. കല്ലുപ്പ് നമ്മൾ കുറേ നേരം യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അലിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമുക്ക് റീയൂസബിൾ ആണെങ്കിൽ തിരിച്ച് കഴുകിയിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ ബെസ്റ്റ്. അങ്ങനെ കൊണ്ടുപോയിട്ട് കളയുക. പുറത്തോട്ട് കളഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് ഈ പറഞ്ഞ പോലെ സോൾട്ട് ബാത്ത് ചെയ്താൽ നോർമലി, അതായത് എനിക്കിന്ന് വന്ന എല്ലാ നെഗറ്റീവ് എനർജീസും അതെൻ്റേതല്ല, അത് തിരിച്ച് അവരിലോട്ട് തന്നെ പോവുക എന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലെൻസ് ചെയ്ത് കളയുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ഇത് കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് വല്ല വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്.